ക്രിസ്റ്റിക്ക് കണ്ണൂർ കൊളക്കാട് അമ്മയെ കൊലപ്പെടുത്തിയ മകൻ ക്രിസ്റ്റിക്ക് കുറ്റബോധം ഉണ്ടായിരുന്നില്ലെന്ന അയൽവാസി. അച്ഛനെയും കൊലപ്പെടുത്തുമെന്നാണ് ക്രിസ്റ്റി പറഞ്ഞത്. തന്റെ ജീവിതം അവരാണ് തകർത്തതെന്ന് ക്രിസ്റ്റി പറഞ്ഞതായും അയൽവാസി നിപുൺ മൊഴി നൽകി. വാക്കുതർക്കത്തിനിടെയാണ് ഗീതമ്മയെ ക്രിസ്റ്റി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. പേരാവൂർ സ്വദേശിയും മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ഗീതമ്മ. പ്രതി ലഹരിക്ക് അടിമയെന്നാണ് പോലീസ്. ഇന്ന് നമ്മൾ രാവിലെ കേട്ടൊരു വാർത്തയാണ്. മഹിളാ മോർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട, BJP-കാരിയാണ് ആള്. BJP-കാരിയായിട്ടുള്ള ഒരാളെ അവരെ മകൻ കൊലപ്പെടുത്തി എന്ന് വേണമെങ്കിൽ അതിന് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് പറയാം. ഈ ഒരു സംഗതിയെ വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ വേറൊരാളെ ചിത്രീകരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തൊക്കെ പലപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും അല്ല, എല്ലായ്പ്പോഴും അദ്ദേഹത്തെ ഇനിയും ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ കൂടി അദ്ദേഹം മതം കൂട്ടിക്കലർത്തേണ്ടതില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. ആളുടെ പേര് അൻസാരി എന്നാണ്. നോക്കൂ, അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് കേട്ടോ. ശശികല ടീച്ചറെ, ചില കാര്യങ്ങൾ കാണുമ്പോൾ അപ്പം തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ എനിക്ക് മനസ്സിൽ സമാധാനമില്ല. ടീച്ചറെ, മുമ്പൊരിക്കൽ മദ്രസയുടെ മഹത്വം, അവിടെ പഠിപ്പിക്കുന്ന കാര്യം, അതുവഴി കുട്ടികൾക്ക് കിട്ടുന്ന നേട്ടം, മദ്രസയുടെ മഹാത്മ്യമൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തോട് വളരെ പുച്ഛമായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ഒരിക്കൽ ശശികല എന്ന് പറയുന്ന KPCC ചോദിച്ചിരുന്നു. ഈ മഹലിലും ഈ മദ്രസയിലൊക്കെ നടക്കുന്നത് വളരെ വൃത്തികെട്ട പരിപാടികളാണ് എന്നാണ് ഒരിക്കൽ ശശികല ചോദിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് അതിനെ എതിർക്കാൻ വേണ്ടി ഒരു വിഷയം കിട്ടി. അതാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നു കാണിക്കുന്നത്. ഒന്ന് കണ്ടോക്കണേ. ഈ വാർത്ത കൊണ്ടുപോയി കണ്ണൂരിൽ മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗത്തെ മകൻ കഴുത്തറുത്തു കൊന്നു. സ്റ്റേഷനിലെത്തി കീഴടങ്ങി 25-കാരൻ. മഹിളാ മോർച്ചയുടെ നേതാവ് കൊല്ലപ്പെടുമ്പോൾ ഏതായിരുന്നാലും അവരുടെ മകൻ എവിടെ പോയിട്ടുണ്ടാവും? മദർസയിൽ എന്തായാലും പോയിട്ടില്ല, പിന്നെ എവിടെ പോയിട്ടുണ്ടാകും? ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഒരു വിദ്യാലയങ്ങളിലും ശാഖയാകട്ടെ എവിടെയും അമ്മേനെ കൊല്ലാനോ കള്ളു കുടിക്കാനോ പെണ്ണ് പിടിക്കാനോ പീഡിപ്പിക്കാനോ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതങ്ങനെ തന്നെ, എന്റെ നിലപാട് അങ്ങനെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ടീച്ചറിന്റെ അതേ മനോവൈകല്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയണം? ഇത് ശാഖയെന്ന് പഠിപ്പിച്ചു വിടുന്നതാന്ന് പറയണ്ടേ? ടീച്ചർ അങ്ങനെ പറയണ്ടേ? അത് പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടീച്ചറിന്റെ വിഭ്രാന്തി എനിക്ക് ഇതുവരെ ആയിട്ടില്ല. ഇപ്പൊ നോർമലാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇതാണ്, ഈ രീതിയിലാണ് നമ്മുടെ ഉസ്താദ് ഇതിനെ പ്രതികരിച്ച രീതി കേട്ടോ. നമ്മള് ഇതിൽ രാഷ്ട്രീയം കലർത്തണോ, രാഷ്ട്രീയം എത്രത്തോളം ഉണ്ട്, രാഷ്ട്രീയപരമായിട്ട് ഇതിനെ കാണണോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിൽ ശശികല ടീച്ചറുടെ രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സംഭവിച്ചത് ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവ് മുസ്ലിമായിട്ടുള്ള തൻ്റെ ഉമ്മയെ ഇങ്ങനെ കഴുത്തറുത്ത് കൊന്നതാണെങ്കിൽ ഇതാണ് മദ്രസയെന്ന് പഠിപ്പിക്കുന്ന പാഠം എന്ന രീതിയിൽ ഒരു പക്ഷേ ശശികല എന്ന് പറയുന്ന KP ശശികല അടക്കമുള്ള ആളുകൾക്ക് ഇത് പ്രചരിപ്പിച്ചേക്കാം. മുസ്ലിം വിഭാഗത്തിൽ ഇങ്ങനെയാണ്, അവർക്ക് കഴുത്തറക്കുന്നതൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ചെറുപ്പം മുതലേ ഈ പശുവിൻ്റെയും പോത്തിൻ്റെയും ആടിൻ്റെ ഒക്കെ കഴുത്തറുത്തിട്ട് കണ്ട് ശീലമുള്ള ആൾക്കാരാണ്. ഇവർക്ക് ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ബാക്കി ഇപ്പോൾ അവർ സ്വന്തം അമ്മയുടെ നെഞ്ചത്ത് തീർത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന രീതിയിലൊക്കെ നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മുടെ നാട് അങ്ങനെ ആയിരിക്കുന്നു. ഈ രീതിയിലൊക്കെയാണ് ഒരു വിഷയത്തെ നമ്മളൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി. പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ഏറ്റവും ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ ഏറ്റവും ബേസ് മയക്കുമരുന്നാണ്. സോഷ്യൽ മീഡിയയിൽ വേറൊരു ഫേസ്ബുക്ക് ഒരു സംഗതി ഞാൻ കണ്ടത് അത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഒരാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇവനെ എനിക്കറിയാം, 4 വർഷം മുമ്പ് ഇയാൾ എൻ്റെ സുഹൃത്തായിരുന്നു, എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു, പിന്നെ ഗൾഫിലൊക്കെ പോയിട്ട് സെറ്റാക്കി വന്നിരുന്നു, ഇപ്പോഴതാ വന്നിട്ടിപ്പോൾ അവനാകെ നാശമായി, മയക്കുമരുന്നാണ് ഇതിൻ്റെ പുറകിൽ എന്ന രീതിയിൽ ഒരാളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി അച്ഛനും അമ്മയുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അമ്മയെ തീർത്തിരിക്കുന്നത്. ഒരു കുറ്റബോധവും അവനില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് ഈ വൃത്തികെട്ടവൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിൽ കൃത്യമായിട്ടും അവന് നല്ല മയക്കുമരുന്നിന് അടിമയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒന്ന് കേട്ടോക്കോ, അയൽവാസി പറയുന്നതാണ് ഇനി നമ്മൾ കേൾക്കേണ്ടത്. ചോരയൊക്കെയാന്ന് പറഞ്ഞു മുറ്റത്ത് എന്തൊക്കെയോ കാണിച്ചു. പക്ഷെ അത് ചോരയൊന്നുമില്ലായിരുന്നു, എന്തോ വെള്ളം ഇങ്ങനെയായിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ചാടി അകത്ത് കയറി നോക്കിയപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ വീട്ടിലിങ്ങനെ കിടക്കാം, ഇതായിട്ട് ഫുള്ള് ഇതായിട്ട്. അപ്പോഴും മരിച്ചതുള്ളൊരു ബോധമില്ലായിരുന്നു. കാരണം പുള്ളി പോലീസിനെ വിളിച്ചു. അപ്പോഴേക്ക് ഇവനാണെങ്കിൽ ഇവൻ്റെ അച്ഛനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. കണ്ടില്ലേ, ഇത് അയൽവാസി പറയുന്ന വാക്കുകളാണ്. അമ്മയെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു, അമ്മ ഏകദേശം എന്താ പറയുക തീർന്നു എന്നുള്ള കാര്യം ഉറപ്പായിട്ടാണ്. പിന്നെ അവർക്ക് അച്ഛനെയും കൊല്ലണം. ഇവന്റെ ഉള്ളിൽ അത്രയ്ക്കധികം ഈ മയക്കുമരുന്ന് കയറിയിട്ടുള്ള പ്രശ്നമുണ്ടെന്നുള്ളതാണ്. കുറ്റബോധം അങ്ങനത്തെ യാതൊന്നുമില്ല, വളരെ കൂളായിട്ട് സംസാരിക്കുന്ന യാതൊരു പ്രശ്നമില്ല. ഒരു ഭയങ്കര ടെററായിട്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കുന്നേയില്ല.
എന്നിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ പോകാന്ന് പറഞ്ഞപ്പോൾ ഇവൻ നേരെ ചേട്ടനെ കൊണ്ടുവിടും. എന്നോട് ചോദിച്ചപ്പോൾ പറയുന്നത് എന്നെ ഇങ്ങനെ ആക്കിയത് എൻ്റെ വീട്ടുകാരാണ്, പിന്നെ എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്ന കേസ് ഉണ്ടാവുന്നത്. അരുൺ പൂക്കർമ്മയുടെ വിശദാംശങ്ങൾ. എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് ഈ വീട്ടുകാരാണ്, പിന്നെ എന്തിനാണ് എന്നെ ചോദ്യം ചെയ്യുന്നത്? അത്ര വളരെ കൂളായിട്ടാണ് അവൻ ആ ഒരു കുറ്റകൃത്യം ചെയ്തതെങ്കിൽ ഒന്നുകിൽ കാര്യമാത്ര പ്രസക്തമായിട്ട് അവനെ മാനസികമായിട്ട് അവൻ തകർക്കുന്ന രീതിയിൽ, ആ മകനെ തകർക്കുന്ന രീതിയിൽ ആ വീട്ടിലെന്തോ പ്രശ്നമുണ്ട്. ഈ അയൽവാസിന് പറയുന്നുണ്ട് അവിടെ പലപ്പോഴും വഴക്കുകളൊക്കെ കേൾക്കാറുണ്ട്. എന്തിനാണ് ഈ അയൽവാസികൾ എന്നൊക്കെ ആലോചിച്ച് നോക്കുന്നത്? കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവന് മയക്കുമരുന്ന് കഴിക്കുന്ന ഇത്ര ശീലങ്ങളൊക്കെ മുൻകൂട്ടിയൊക്കെ അറിയാമെങ്കിൽ അതിൻ്റെ ഒരു ജാഗ്രതയിൽ അവനൊക്കെ പിടിച്ചിട്ട് പോലീസിൽ ഏൽപ്പിക്കുകയോ അവന് അതിന് വേണ്ട ശിക്ഷാ നടപടികളും അവന് നേരാക്കി എടുക്കാൻ വേണ്ടി നാട്ടുകാർ ശ്രമിക്കുകയോ എന്തൊക്കെ ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് ഇവരൊരു മഹിളാ മോർച്ചയുടെ ഒരാളാണ്, BJPയിൽ അത്യാവശ്യം ഒരു വിലയുള്ളൊരു സ്ത്രീയാണ്. അങ്ങനെയൊക്കെ ഇവർക്ക് ഇത്തരം രീതിയിൽ മകനെ ഒരു എന്താ പറയുക മോശപ്പെട്ട രീതിയിലൊക്കെ പോകുമ്പോൾ അവനെ നേരാക്കി എടുക്കാൻ അവരെ രാഷ്ട്രീയ പാർട്ടിയെങ്കിലും ശ്രമിക്കണ്ടേ? അങ്ങനെയില്ല. അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ രാഷ്ട്രീയ പാർട്ടികൾ. ഇതൊന്നും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അരുൺ, സ്വന്തം അമ്മയെ കൊന്ന അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞ ആൾക്ക് കുറ്റബോധം ഉണ്ടാകുമെന്ന് കരുതുന്നത് തന്നെ വിഡിതമാണ്. എന്തായാലും ഇതിലിപ്പോൾ പോലീസ് അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു, എന്താണ് പോലീസ് പറയുന്നത്? ഈ ക്രിസ്റ്റി ലഹരിക്ക് അടിമയായിരുന്നു, ഇതായിരുന്നോ ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത്? ശ്രുതി, അത് തന്നെയാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഈ കൊലപാതകത്തിന് ശേഷം ആദ്യം അവിടെ ആ വീട്ടിലേക്ക് ഓടിയെത്തിയ ആളാണ് അയൽവാസിയായിട്ടുള്ള നിപുൺ ഓടിയെത്തുന്ന ഘട്ടത്തിൽ ആദ്യം കണ്ടത് ക്രിസ്റ്റി ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ഗീതാമ്മയുടെ സഹോദരങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ നിപുൺ ഈ ക്രിസ്റ്റിയെ പിടിച്ചു മാറ്റുന്നു. അതിനുശേഷമാണ് വീട്ടിനകത്ത് കയറി നോക്കുന്നത്. വീട്ടിനകത്ത് കയറിയപ്പോഴാണ് അതായത് ഇവന്റെ അമ്മാവന്മാരൊക്കെ എന്താ പറയാ തീരുമാനമാക്കാൻ വേണ്ടി കൂടിയായിരുന്നു അവന്റെ ഒരു ശ്രമം എന്നർത്ഥം. നോക്ക് എത്ര ചെറുപ്രായമാണ്. ഈ ചെറുപ്രായത്തിൽ അവൻ അങ്ങനെ ഇതാവണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇത്ര മാത്രമാണ്. ഒന്നെങ്കിൽ അവൻ അത്രയ്ക്ക് ഭീകരമായിട്ട് മയക്കുമരുന്ന് അടിമയാണ്, അല്ലെങ്കിൽ മയക്കുമരുന്നൊന്നുമല്ല, അവൻ അത്രത്തോളം മാനസികമായിട്ട് തകർക്കുന്ന രീതിയിൽ എന്തൊക്കെയോ വീട്ടിൽ നടന്നിട്ടുണ്ടോ. ബൈ.